നമസ്കാരം. ഇന്നത്തെ സ്പോർട്സ് വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്കാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ദയനീയ പരാജയമുണ്ടായിരിക്കുകയാണ് EPL-ൽ. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ എവർട്ടൺ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ എവർട്ടൺ താരങ്ങളായ മൈക്കൽ കീനും ഇദ്രിസ ഗയയും തമ്മിലുള്ള പ്രശ്നം കയ്യാങ്കളിയിലെത്തിയിരുന്നു. ഇദ്രിസ ഗയെ കീനിന്റെ മുഖത്തടിച്ച് റെഡ് കാർഡൊക്കെ വാങ്ങി പുറത്തായിരുന്നു. എന്നാൽ 10 പേരായിട്ട് കൂടി എവർട്ടൺ ശക്തമായി പൊരുതുകയാണ് ഉണ്ടായത്. 29-ാം മിനിറ്റിൽ ലീഡ് എടുക്കുകയും ചെയ്തു. മത്സരത്തിന്റെ ഭൂരിഭാഗം സമയവും 10 പേരുമായാണ് എവർട്ടൺ കളിച്ചത്. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 1-0 എന്ന സ്കോറിനാണ് തോൽപ്പിച്ചത്. സ്വന്തം ഹോം ഗ്രൗണ്ടിന്റെയോ അല്ലെങ്കിൽ എതിരാളികൾക്ക് ഒരാൾ കുറവാണെന്നതിന്റെയോ മുൻതൂക്കമൊന്നും മുതലാക്കാൻ മാഞ്ചസ്റ്ററിന് ആയില്ല. ലാലിഗയിൽ ഇന്നലെ 2 മത്സരങ്ങളാണ് നടന്നത്. വൻപന്മാരായ റയൽ മാഡ്രിഡ് എൽഷയുമായി സമനില വഴങ്ങി 2 വീതം ഗോളുകളാണ് ഇരു ടീമുകളും നേടിയത്. മറ്റൊരു മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ജയിച്ചു. എതിരില്ലാത്ത ഒരു ഗോളിന് ഗെറ്റാഫെയാണ് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ സെവില്ലയെ 1-2 ഗോളുകൾക്ക് എസ്പാനിയോളും തോൽപ്പിച്ചു. ഇനി കൂച്ച് ബെഹാറിന്റെ വാർത്തകളിലേക്കാണ്. 19 വയസ്സിൽ താഴെയുള്ളവർക്കായാണ് കൂച്ച് ബെഹാർ നടക്കുന്നത്. ട്രോഫിയിൽ സൗരാഷ്ട്രക്കെതിരെ 272 റൺസിന് വഴങ്ങി കേരളം. സൗരാഷ്ട്രയുടെ ആദ്യ ഇന്നിംഗ്സ് 382 റൺസിനാണ് അവസാനിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ കേരളം കളി നിർത്തുമ്പോൾ 2 വിക്കറ്റിന് 23 എന്ന നിലയിലാണ് നിൽക്കുന്നത്. 8 വിക്കറ്റ് ശേഷിക്കെ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ കേരളത്തിന് 249 റൺസുകൾ കൂടി വേണം. ആദ്യ ഇന്നിംഗ്സിൽ 110 വിക്കറ്റായിരുന്നു കേരളം നേടിയത്. ഇനി 23 വയസ്സിന് താഴെയുള്ള വനിതകൾക്കായുള്ള ദേശീയ വനിതാ T20 ചാമ്പ്യൻഷിപ്പിൽ സൗരാഷ്ട്രക്കെതിരെ വിജയം കൈവരിച്ചിരിക്കുകയാണ് കേരള വനിതകൾ. ഒപ്പത്തിനൊപ്പം പൊരുതിയ ആവേശ പോരാട്ടത്തിനും നാടകീയ നിമിഷങ്ങൾക്കും ഒടുവിലായിരുന്നു കേരളത്തിന്റെ ജയം. ആദ്യം ബാറ്റ് ചെയ്ത സൗരാഷ്ട്ര 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസുകളാണ് എടുത്തത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ കേരളത്തിന്റെ ഇന്നിംഗ്സ് 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 114 റൺസിൽ അവസാനിച്ചു. ഇതോടെ 2 ടീമുകളും ടൈയിലെത്തുകയായിരുന്നു. ഇതോടെ സൂപ്പർ ഓവറിലേക്കാണ് കളി നീണ്ടത്. എന്നാൽ സൂപ്പർ ഓവറിലും 2 ടീമുകളും 10 റൺസ് വീതം നേടി അവിടെയും സമനിലയിൽ നിൽക്കുകയാണ്. തുടർന്ന് രണ്ടാം സൂപ്പർ ഓവറിലേക്ക് കളി നീണ്ടു. രണ്ടാം സൂപ്പർ ഓവറിൽ സൗരാഷ്ട്രയ്ക്ക് 3 വിക്കറ്റ് മാത്രമാണ് നേടാനായത്. കേരളം 5-ാം പന്തിൽ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തു. T20 ലോകകപ്പ് 2026 ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം കൊളംബോയിൽ വെച്ചാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുക. ഫെബ്രുവരി 15-ന് പ്രേമദാസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 2025 ഏഷ്യാ കപ്പിലെ ഈ വിവാദ മത്സരങ്ങൾക്ക് ശേഷം ഏറ്റുമുട്ടുന്ന ആദ്യ മത്സരമാണിത്. ഖത്തറിൽ നടക്കുന്ന ഫിഫ അണ്ടർ 17 ലോകകപ്പിന്റെ കലാശപ്പോരിൽ പോർച്ചുഗലും ഓസ്ട്രിയയും കൊമ്പുകോർക്കും. ബ്രസീലിനെ തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ഫൈനലിലെത്തിയതെങ്കിൽ ഇറ്റലിയെ വീഴ്ത്തിയാണ് ഓസ്ട്രിയ അവസാന അങ്കത്തിലെത്തുന്നത്. വ്യാഴാഴ്ചയാണ് ഫൈനൽ പോരാട്ടം. ബ്രസീലും പോർച്ചുഗലും മുഖാമുഖം വരുമ്പോൾ പ്രതീക്ഷിക്കേണ്ട എല്ലാ ചേരുവകളുമുള്ളൊരു സെമി പോരാട്ടം. അടിയും തിരിച്ചടിയും കണ്ട ബ്ലോക്ക് ബസ്റ്റർ അംഗം. ആസ്പർ മൈതാനത്തെ തീപിടിപ്പിച്ച കളി, ആക്രമണ പ്രത്യാക്രമണങ്ങൾ, കൂടെ ഓരോ നീക്കത്തിനും തൊണ്ട പൊട്ടിച്ച് അലറി വിളിച്ച കാണികൾ. എന്നാൽ 90 മിനിറ്റും അധിക സമയവും കഴിഞ്ഞിട്ടും കളിയിൽ ഗോൾ മാത്രം വന്നില്ല. കളി ഷൂട്ടൗട്ടിൻ്റെ അനിവാര്യമായ വിധിയിലേക്ക് നീണ്ടു. ഒടുവിൽ സഡൻ ഡെത്ത് പെനാൽറ്റിയിൽ പറങ്കിപ്പട കാനറികളുടെ ചിറകരിഞ്ഞു. സ്കോർ 6-5. ഗാലറിയിൽ ആഹ്ലാദത്തിൻ്റെ അമിട്ടുപൊട്ടി. ഫൈനലിലേക്ക് മാർച്ച് ചെയ്തതിൻ്റെ ആഹ്ലാദം പോർച്ചുഗൽ ആരാധകർ മറച്ചുവെച്ചില്ല. പോർച്ചുഗൽ സന്തോഷമുണ്ട്. ലാസ്റ്റ് വിചാരിച്ച് പോർച്ചുഗൽ തോൽക്കുന്നു. പക്ഷേ പോർച്ചുഗൽ ജയിച്ചപ്പോൾ നല്ല സന്തോഷമുണ്ട്. Real, Cristiano, we won because we're really good. Brazil played nothing because they only wanted penalties. They could win, but we could win. They were being like Hollywood actors. They wanted to they were taking 10 jillion red cards, Portugal, even though they pushed through it and they won. It was really nice. We suffered. At the end, it was all good. We won. Yeah. So that's what matters. We won and going to the final. Hopefully, we'll win the final. Yeah, we won. Now we're going to finals and we're going to win. Vamos levar a taça do Mundial para Portugal. ആദ്യ സെമിയിൽ ഇറ്റലിയെ എതിരില്ലാത്ത 2 ഗോളിന് കീഴ്പ്പെടുത്തിയാണ് ഓസ്ട്രിയ ഫൈനൽ ഉറപ്പിച്ചത്. യോഹന്നാസ് മോസറാണ് ഓസ്ട്രിയയുടെ 2 ഗോളും സ്വന്തമാക്കിയത്. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്
ഫൈനൽ പോരാട്ടം. ദോഹയിൽ ആസ്പെയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1. ഇനി കഴിഞ്ഞ ദിവസം കായിക പ്രേമികളെയൊക്കെ ഞെട്ടിച്ചൊരു വാർത്തയിലേക്കാണ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ഫുട്ബോൾ ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. കഴിഞ്ഞ ദിവസം റയലിനെ കുറിച്ച് വന്ന ഒരു വാർത്തയാണ് കായിക ലോകത്തെയൊക്കെ ഒന്ന് അമ്പരപ്പിച്ചത്. ഒരു പ്രഖ്യാപനത്തിൽ റയൽ മാഡ്രിഡിന്റെ ഓഹരികൾ വിൽക്കാൻ തയ്യാറാകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം നടന്ന ക്ലബ്ബ് വാർഷിക യോഗത്തിൽ പ്രസിഡന്റ് ഫ്ലോറന്റീന പെരസ് പറഞ്ഞത്. ഈ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിന് കാരണം എന്താണെന്ന് അറിയില്ല. ക്ലബിന്റെ 5 മുതൽ 10% വരെ ഓഹരികൾ വിൽക്കാനാണ് പെരസ് തയ്യാറായതെന്ന് അംഗങ്ങളെ അറിയിച്ചു. ബിസിനസ് രംഗത്തും അധികായനായ പെരസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കാരണങ്ങൾ പരതി നടക്കുകയാണ് ഫുട്ബോൾ ലോകം. സൂപ്പർ ലീഗ് കേരള സീസൺ 2-ലെ ആദ്യ സെമി ഫൈനലിസ്റ്റുകളായി കാലിക്കറ്റ് FC. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം FCയെ പരാജയപ്പെടുത്തിയതോടെ 17 പോയിന്റുമായാണ് കാലിക്കറ്റിന് മുന്നേറ്റം. 1-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു മലപ്പുറത്തെ കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. ഇളകി മറഞ്ഞിരുമ്പിയ 34,000 കാണികൾക്ക് മുന്നിൽ മലപ്പുറത്തെ കോഴിക്കോട് മലർത്തിയടിച്ചു. എട്ടാം റൗണ്ടിൽ മലപ്പുറത്തെ പൊട്ടിച്ചത് 1-നെതിരെ 3 ഗോളുകൾക്ക്. 12-ാം മിനിറ്റിൽ നെഹൽ പെരേരയുടെ 35 വാരാക്കിലിൽ നിന്നുള്ള ബുള്ളറ്റ് ഷോട്ട് മലപ്പുറത്തിന്റെ വലയിൽ തുളച്ചു കയറി. ആദ്യ പകുതി പിന്നിട്ടപ്പോൾ കാലിക്കറ്റ് 1 ഗോളിന് മുന്നിട്ടു നിന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മലപ്പുറത്തിന് ചുവപ്പ് കാർഡിന്റെ രൂപത്തിൽ അടുത്തു തിരിച്ചടി. കാലിക്കറ്റ് താരത്തെ 2ാം തവണയും ഫൗൾ ചെയ്തതിന് ഗനി അഹമ്മദ് നിഗം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. വൈകാതെ മലപ്പുറത്തിന്റെ സമനില ഗോൾ. കാലിക്കറ്റിന്റെ പ്രതിരോധത്തിൽ 10 താരങ്ങൾ കോട്ട കിട്ടിയിട്ടും ഫ്രീ കിക്ക് വലയിലെത്തിച്ച് എയ്ത്തർ മലപ്പുറത്തിന് പ്രതീക്ഷയേറ്റി. 88-ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സലും ഇഞ്ചുറി ടൈമിൽ ഫെഡറിക്കോ ബുഫ്സോയും കാലിക്കറ്റിനായി ഗോളുകൾ നേടി. ജയത്തോടെ 8 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുള്ള കാലിക്കറ്റ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ടീമായി മാറി. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ഇതോടെ കായിക വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ഇനി വീണ്ടും ന്യൂസ് മോർണിംഗിന്റെ സമയമാണ്.